ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളാണ്. ശരിക്കും നിങ്ങൾക്ക് ഒരുപാട്, ഞാൻ എപ്പോഴും കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. എക്സ്റ്റീരിയറിലായാലും അതുപോലെ ഇൻറ്റീരിയറിലായാലും ധാരാളം കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ള 9,000 സ്ക്വയർ ഫീറ്റിൽ 30 സെൻറ്റ് പ്ലോട്ടിൽ 3 നിലകളിലായിട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളാണ്. ഇത് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. ഇർഷാദ് മൻസിലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഹൗസ് ഓഫ് താജുൽ ആൻഡ് തംജിയാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. ഇനിയായിട്ട് തന്നെ ഈ ഒരു വീടിൻ്റെ ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത് 9 ആർക്കിടെക്ട്സ് ആണ്. അതുപോലെ ഈ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് ഏട്രിയം ആണ്. ഏട്രിയം ഡിസൈൻ സ്റ്റുഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലോട്ട് പോകാം. വെൽക്കം ടു അവർ ചാനൽ. ഇവിടെ ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു കാർ പോർച്ചാണ് കേട്ടോ. സാധാരണ നമ്മൾ കാർ പോർച്ച് നമ്മുടെ വീടിൻ്റെ ഒരു ഭംഗി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു വീടിൻ്റെ ആ ഒരു എലിവേഷന് നല്ല സ്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കാർ പോർച്ചിൻ്റെ ഡിസൈനിങ്ങും. ഇത് പില്ലേഴ്സും ബീമും ഒക്കെ യൂസ് ചെയ്തിട്ട് കോൺക്രീറ്റ് റൂഫ് ചെയ്തെടുത്തിരിക്കുന്ന നല്ല അടിപൊളി സ്ട്രെങ്തൻ ആയിട്ടുള്ളൊരു കാർ പോർച്ചാണ്. ഞാൻ ഈ വണ്ടികൾ കാണിച്ചിരിക്കുന്നില്ലേ, അതിനൊരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ എന്താണെന്ന് പറയണം കേട്ടോ. നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നൊരു ഗസിബോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുത്തെ ഈ ഒരു സ്പേസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചുറ്റും ഗ്രിൽസ്, സ്ക്വയർ ട്യൂബ്സിൽ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ചുറ്റും ഇങ്ങനെ ഒരു അക്വേറിയമാണ്, വാട്ടർ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രിൽസ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരുപാട് ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട് കാണാൻ. നൈറ്റ് ടൈമിലൊക്കെ ആ ഒരു ലൈറ്റ്സും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ ഒരു കോർണർ സ്പേസിലായിട്ട് ഫൗണ്ടെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും നല്ലൊരു ആർട്ടിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ തോന്നും ശരിക്കും റോക്കാണെന്ന്. പക്ഷേ ഇത് മെഷും സിമെൻറ്റും യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടും ഇങ്ങനെ ഒരു ഫൗണ്ടെയിൻ ചെയ്തിരിക്കുകയാണ്. ഫൗണ്ടെയിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ കാണുന്നത് ഫിക്സഡ് ഗ്ലാസ്സിലുള്ള വർക്കാണ്. ചുറ്റും വുഡ് പാനലിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ ആ ഒരു വർക്ക്. പിന്നെ നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ വിശാലമായൊരു സിറ്റ് ഔട്ടാണ്, വലിയ സിറ്റ് ഔട്ടാണ്. പിന്നെ നമ്മുടെ മെയിൻ ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡോർസും വിൻഡോസും എല്ലാം ടീ വുഡിലാണ്. നല്ലൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു ഡോറിന്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു സ്പേസാണിത്. ഇവിടുത്തെ വോൾ കണ്ടോ, ടെക്സ്ചർ വർക്കും അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ ബീഡിങ്സും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഒരു സീറ്റിങ്ങും ഈ ഒരു പ്ലാന്റർ ബോക്സും വെച്ചിരിക്കുന്ന പോർഷനും കണ്ടില്ലേ. ഇതൊക്കെ തന്നെ ഏട്രിയത്തിൻ്റെ ഓൺ ഫാക്ടറിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഫോമൽ ലിവിങ് സ്പേസിലേക്കാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫോമൽ ലിവിങ് സ്പേസ്. ഡബിൾ ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പെയിൻറ്റിങ്സ് നോക്കുകയാണെങ്കിലും ഫർണിച്ചേഴ്സ് നോക്കുകയാണെങ്കിലും ടേബിൾ നോക്കുകയാണെങ്കിലും എല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിലായിട്ട്, അതായത് നമ്മുടെ ഡൈനിങ്, ലിവിങ്, ആ ഒരു പാസേജിനൊക്കെ ഇടയിലുള്ള പോർഷനിൽ ഒരു കോർട്ട്യാർഡും പിന്നെ ലിഫ്റ്റും ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിഫ്റ്റ് വരുന്നത് കണ്ടില്ലേ, ഈ ഒരു കോർട്ട്യാർഡ്, ആ ഒരു മിഡിൽ പോർഷനിലുള്ള കോർട്ട്യാർഡിലേക്കാണ് ഈ ഒരു ലിഫ്റ്റ് വരുന്നത്. എലൈറ്റ് എലിവേറ്റേഴ്സ് ആണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോർട്ട്യാർഡ് പോർഷൻ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഒരു വോളും നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു പോർഷനിലോട്ടാണ്. ഇവിടെ ഒരു കോർട്ട്യാർഡും അതുപോലൊരു പൂളും സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു വോളിലായിട്ട് ചെയ്തിരിക്കുന്നത് ടൈല് തന്നെയാണ്. എന്നിട്ട് ഈ ടൈൽസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുത്തു, ബാക്കിൽ ലൈറ്റ്സ് കൊടുത്തപ്പോൾ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു സ്റ്റെയറിൻ്റെ താഴെയുള്ള പോർഷനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഇതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിലായിട്ട് ഓപ്പൺ ചെയ്താണ് കേട്ടോ ഇട്ടേക്കുന്നത്. മുകളിൽ ഗ്ലാസ് കൊണ്ടുള്ള കവറിങ് ഒന്നുമില്ല, സ്ക്വയർ ട്യൂബ്സ് ആണ്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വെള്ളം വീഴുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാഷ് ഏരിയ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വാഷ് ബേസിൻ വരുന്നുണ്ട്. ആ ഒരു മിററൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു സ്റ്റെയർ സ്പേസിലേക്കാണ്. ഇവിടെ സ്റ്റെയർസ് ചെയ്തിരിക്കുന്നുണ്ടോ, ഇത് ഫുള്ളായിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ആയാലും ഹാൻഡ് റെയിൽസ് ആയാലും ഒക്കെ ഗ്ലാസും കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ സ്റ്റെപ്സിൻ്റെ താഴെയുള്ള ലൈറ്റ്സ് കണ്ടോ, ഇവിടെ ലൈറ്റ്സ് സെൻസറാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്റ്റെയർ സ്പേസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസ്. ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കോർണർ സോഫ വിത്ത് ലോഞ്ചർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ട് ഇങ്ങനെ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിരിക്കുന്നു. നല്ലൊരു സീലിംഗ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നല്ലൊരു പ്ലാന്റ് ബോക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഈ ഒരു വോളിലായിട്ടൊരു കാലിഗ്രഫി, അറബിക് കാലിഗ്രഫി കൊടുത്തിരിക്കുന്നു. ഇതൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ. ഇവിടെയുള്ള അറബിക് കാലിഗ്രഫീസ് എല്ലാം തന്നെ മംസ് ഗാലറി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമ്മളെ ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ മോഡുലാർ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചണാണ്. ഇവിടെ ഐലൻഡ് കിച്ചണാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ തന്നെ നമ്മുടെ സ്റ്റോറേജ് എല്ലാം ചെയ്തിരിക്കുന്നത് ആക്രിലിക്കിലാണ്. ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ബാക്ക് പോർഷനിലായിട്ടാണ് നമ്മുടെ പ്രെയർ റൂം വരുന്നത്. അതിൻ്റെ 2 സൈഡിലായിട്ട് ഇൻ കോർണേഴ്സിലായിട്ട് ബെഡ്റൂംസും വരുന്നു. ഇതാണ് ഇവിടുത്തെ പ്രെയർ സ്പേസ്, പ്രെയർ റൂമാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള പ്രെയർ റൂമാണ്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ഗ്ലാസ് പാർട്ടീഷൻ വന്നിട്ട് ഇവിടെ ഒരു വുളു സ്പേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ നമുക്കെന്താ പറയുക, നല്ല ഫ്രീ ആയിട്ട് നിന്ന് വുളു ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വുളു സ്പേസ് ചെയ്തിരിക്കുന്നത്. ചിലർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നേരത്തെ ഒരു വീഡിയോയിൽ വുളു സ്പേസ് കാണിച്ചപ്പോൾ വെള്ളം തെറിക്കില്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇവിടെ പക്ഷേ ഇത്രയും സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ നിന്ന് നമുക്ക് വുളു ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂംസ് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂംസ് ആണുള്ളത്. ഈ ഒരു ബെഡ്റൂം കണ്ടു, ഈ ഒരു പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സീറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നു. മുകളിൽ ഇങ്ങനെ സ്ക്വയർ ട്യൂബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബെഡിൻ്റെ സ്പേസിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇവിടെ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്നാണ് ബാത്റൂമും വന്നിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് ഏരിയയും ഡ്രസ്സിങ് ടേബിളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഡെക്കോർ കൊടുത്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ ഈ റൂമിൻ്റെ സെൻറ്ററിലായിട്ടൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ടാണ് വാർഡ്രോബ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു TV യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഒരു ബേ വിൻഡോ കൊടുത്തിരിക്കുന്നു. സീലിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ ഒരു പോർഷനിലാണ് ഇവിടുത്തെ വാർഡ്രോബ്സും ഡ്രസ്സിങ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വിശാലമായൊരു സ്പേസിലാണ് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു.
ഈ ഒരു വോളിലായിട്ട് വാൾപേപ്പേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാത്റൂംസിലെല്ലാം ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വന്നിറങ്ങുന്നത് തന്നെ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെയും 3 ബെഡ്റൂംസ്, സ്റ്റെയർ ഏരിയ, ബാൽക്കണി എല്ലാം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇവിടെയും ബെഡ്സൊക്കെ കണ്ടില്ലേ, ഫാബ്രിക് ബെഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നു. ആ ഒരു ബെഡിൻ്റെ ആ ഒരു വോളിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ വാർഡ്രോബ്സും കാര്യങ്ങളും ഡ്രസ്സിങ് ഏരിയയും വരുന്നത്. ഇവിടെ ആയിട്ടൊരു നല്ല TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്നൊരു ചെറിയ ബാൽക്കണി കൂടിയുണ്ട്. നമ്മുടെ ഈ റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി, ഒരു ചെറിയ ബാൽക്കണി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഡോസ് ആണ്, സ്ലൈഡിംഗ് ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂമിലോട്ടാണ്. ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കിഡ്സ് ബെഡ്റൂം. 2 കുട്ടികളാണ്. അപ്പോൾ 2 പേർക്കും സ്പെഷ്യൽ കോട്ടും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. നല്ലൊരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഹെഡ് ബോർഡൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പേർക്കും വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും സ്റ്റഡി ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഒരു സീറ്റിംഗ് സ്പേസ് വിത്ത് സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കേ, ഇവിടെ ഈ ഒരു ഡോറ് കണ്ടോ, സ്ലൈഡിങ് ഡോറാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാത്റൂമും ഡ്രസ്സിങ് ഏരിയ, ഒരുങ്ങാനുള്ളൊരു സ്പേസ്, വാർഡ്രോബ്സ് ഒക്കെയാണ് ഈ ഒരു സ്പേസിൽ വരുന്നത്. ഇവിടെ സിംഗിൾ ബെഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് വാൾപേപ്പേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് കർട്ടൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്ലൂട്ടഡ് പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പേസ് നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 സൈഡിലും വാർഡ്രോബ്സ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതാണ് അവരുടെ ബാത്റൂം വന്നിട്ടുള്ളത്. ഇവിടെയും വെറ്റ് ഏരിയ ഡ്രൈ ഏരിയയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്നായിട്ട് പുറത്തേക്ക് ഇങ്ങനെ സ്ലൈഡിങ് ഗ്ലാസ് ഡോസ് കൊടുത്തിട്ട് അവർക്കുള്ളൊരു പ്രൈവറ്റ് സ്പേസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഹോളിൽ തന്നെ നമ്മൾ സ്റ്റെയർ ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നമുക്കൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ഭാഗം വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ ഒരു കൗണ്ടറും വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ഇനി നമുക്കിവിടുന്ന് ഏറ്റവും മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർസും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന ബാൽക്കണി ഏരിയ ആണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി സെക്കൻഡ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഉള്ളത് ഇങ്ങനൊരു ഹോളും അതുപോലെ ഇവിടെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബാൽക്കണി സ്പേസും ആണ്. അപ്പോൾ അതും കൂടി കാണാം. ഹോം ഫ്ലിക്സ് ആണ് കേട്ടോ ഇവിടെ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലോഞ്ച് കം ബെഡും അതുപോലെ റിക്ലൈനേഴ്സും ഒക്കെ കൊടുത്തിരിക്കുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ്, തിയേറ്ററിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ നിന്നായിട്ട് ഇവിടെ ഒരു ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് ഇങ്ങനെ ജാളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് അത് ചെയ്തിരിക്കുന്നു. നമുക്ക് ഹോളിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ഗ്ലാസ് ഡോസ്, സ്ലൈഡിങ് ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുവഴിയും അതുപോലെ നമ്മൾ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ വന്ന ആ ഒരു പോർഷനും ഇവിടെയാണ് വന്ന് ചേരുന്നത്. ഇനി ഇവിടെയായിട്ട് നമുക്കൊരു കുറച്ച് പിന്നെ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പോവാം. അപ്പോൾ നമുക്കിനി വീട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി കേട്ടിട്ട് വരാം. നമ്മൾ ഒരു ചെറിയൊരു വീടിൻ്റെ സ്വപ്നമായിട്ട് നയന ആർക്കിടെക്റ്റിനെ സമീപിച്ചതാണ്. ഒരു വലിയ ഒരു വീടാക്കി അവർ നമ്മൾ ആഗ്രഹിച്ചതിലപ്പുറം ആക്കി അവർ മാറ്റിത്തന്നു. അതുപോലെ ഈ വീടുമായി വർക്ക് ചെയ്ത എല്ലാ ടീംസും, ഇൻറ്റീരിയർ ആവട്ടെ, ആട്രിയം, അവരും നല്ല കംഫർട്ടായിട്ട് എല്ലാവർക്കും അവരുടെ ഫുള്ള് അവരായിരുന്നു ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ വേറെ ഒരു എക്സ്ട്രാ ഇത് വെക്കേണ്ടി വന്നില്ല. അങ്ങനെ നമ്മുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ, മനസ്സിനിണങ്ങിയതിനെക്കാട്ടി അപ്പുറം വലിയൊരു രീതിയിൽ ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. കിച്ചൺ ശരിക്കും നമ്മുടെ വുമൻസിൻ്റെ ഒരു സ്വപ്നമാണ്. ശരിക്കും നമുക്ക് അതിനകത്തൊരു പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മളതെല്ലാം വന്നവർ നമ്മളോട് എല്ലാം നമ്മളോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കിച്ചൺ, നമ്മളോട് ചോദിച്ചിട്ട് നമ്മുടെ അഭിപ്രായം അനുസരിച്ച് നമുക്കതൊരു പ്ലാൻ വരച്ച് തന്നു. അതിനകത്ത് നമുക്ക് എന്തൊക്കെ കറക്ഷൻസ് ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തി, അതെന്തെല്ലാം വേണ്ടാത്തതുണ്ട് നമുക്ക് പറഞ്ഞു തന്ന് അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിച്ചൺ ശരിയാക്കി തന്നത്. എല്ലാം കസ്റ്റമൈഡാണ്. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കാണിച്ച് തന്ന് നമ്മളുടെ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ അവർ അത് ഓക്കെ ആക്കി കറക്റ്റ് ചെയ്ത് തന്നുക. 930 ഇക്കാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ഇക്കാട് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒപ്പീനിയൻസ് ആയാലും എല്ലാം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് അത് നമ്മൾക്ക് വരച്ച് തരുന്നതായാലും എല്ലാം അതുപോലെ തന്നെ ഏറ്റുചെയ്യാം. അവരാണെങ്കിലും അതുപോലെ തന്നെയാണ്, നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ്. നമ്മൾ അവരുടെ നേരിട്ട് അവരുടെ ഓഫീസിൽ പോയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യിച്ചിട്ട് നമ്മളെ കൊണ്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റ് കാണിച്ച് തന്നിട്ട് നമ്മളെ കൊണ്ട് സെലക്ട് ചെയ്യിച്ചതാണ്. എന്നിട്ടായിരുന്നു അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇല്ല ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു, ഞങ്ങൾ പുറത്താണ്. കറക്റ്റായിരുന്നു രീതിയിലൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾ എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് പിക്ചേഴ്സും കൂടി ആഡ് ചെയ്യാൻ. ഈ പിക്ചേഴ്സ് കണ്ടാലും നല്ലതാണെന്ന് പറഞ്ഞ് LED വർക്ക്സ്, പിക്ചേഴ്സ്, പിന്നെ 2 സ്റ്റഡി ടേബിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് വാപ്പി. അപ്പം അതുകൊണ്ട് സ്റ്റഡി ടേബിൾ വെച്ച് സെറ്റായിട്ട് അതിനകത്ത് കുറേ LED ലൈറ്റ്സും വർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. 9,000 സ്ക്വയർ ഫീറ്റിൽ 30 സെൻറ്റ് പ്ലോട്ടിൽ 3 നിലകളിലായിട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടായിരുന്നു ഇത്. ഇതിൻ്റെ ആർക്കിടെക്ട് 9 ആർക്കിടെക്ട്സ് ആണ്. അതുപോലെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് എയ്ട്രീം ഡിസൈൻ സ്റ്റുഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകളാണ് കാണാൻ ഇഷ്ടം, ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എന്നൊക്കെ ഒരു ഇമോജിയെങ്കിലും ഇട്ട് നിങ്ങളൊരു കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.